കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ലൂപ്പ് അനാലിസിസും നോഡ് അനാലിസിസും ആണ്. ലൂപ്പ് അനാലിസിസ് ജസ്റ്റ് ഒന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലൂപ്പ് അനാലിസിസ് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? KVL ആണ്, കിർച്ചോഫ് വോൾട്ടേജ് ലോ. KVL എന്താ പറയുന്നത്? സം ഓഫ് all potential difference in a closed loop is zero. Sum of all potential difference in a closed loop is zero. That is summation over V equal to 0, delta V equal to 0. ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഒരു ക്ലോസ്ഡ് ലൂപ്പ് എടുക്കും, നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് ഓർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. പൊട്ടൻഷ്യലിന്റെ ഏത് പോയിന്റിലാണോ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത്, ഏത് പൊളാരിറ്റിയിലാണോ ആദ്യം സ്ട്രൈക്ക് ചെയ്യുന്നത് അതെടുക്കും. പിന്നെ റെസിസ്റ്റൻസിലൂടെ പോകുമ്പോൾ പൊട്ടൻഷ്യലിന്റെ പൊളാരിറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കറണ്ടിന്റെ ഡയറക്ഷനിലാണ് പൊളാരിറ്റി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ലൂപ്പിന്റെ ഡയറക്ഷനിലാണ് കറണ്ട് എന്ന് വിചാരിക്കും. ദെൻ അങ്ങനെ ചെയ്യും. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ദെൻ നോഡ് അനാലിസിസ്. നോഡ് അനാലിസിസ് ഏതായിരുന്നു? കിർച്ചോഫ് കറണ്ട് ലോ. കിർച്ചോഫ് കറണ്ട് ലോയിൽ നമ്മൾ എന്താ പഠിച്ചത്? സം ഓഫ് ഓൾ കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ അറ്റ് എ നോഡ് ഈക്വൽ ടു 0. ഇതിന് നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം. സമ്മേഷൻ ഓവർ V by R ഈക്വൽ ടു 0, ഡെൽറ്റ V by R ഈക്വൽ ടു 0. ഓക്കെ, നമുക്ക് പ്രോബ്ലത്തിലേക്ക് തന്നെ കിടക്കാം. നിങ്ങൾ ഫിഗർ വരയ്ക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് നോക്ക്. ഞാൻ ഈ പ്രോബ്ലം ചെയ്യിപ്പിച്ചാണോ അല്ലേ എന്ന് പറയണം. നമുക്ക് നോഡ് അനാലിസിസ് ചെയ്യുമ്പോൾ V റെഫറൻസ് ഒക്കെ എടുക്കണം കേട്ടോ. 6 ohm, 7 ohm, 12 ohm. ഈ പ്രോബ്ലം ചെയ്യിപ്പിച്ചതാണോ? ഇതാണ് ചോദ്യം, ഇതാണ് നിങ്ങളുടെ സർക്യൂട്ട്. റെസിസ്റ്റൻസ് ഒക്കെ ഓക്കെ ആണല്ലോ. എഴുതിയെടുത്തോ. 7 ohm, 12 ohm, 6 ohm, 12 ohm. ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് കറണ്ട് I. ഓപ്ഷൻസ് വരാം. ഓപ്ഷൻ A 7 ആംപിയർ, ഓപ്ഷൻ B 6 ആംപിയർ, ഓപ്ഷൻ C 8 ആംപിയർ, ഓപ്ഷൻ D 9 ആംപിയർ. ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് കറണ്ട് I കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് ലൂപ്പ് അനാലിസിസ് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നോഡ് അനാലിസിസ് തന്നെ ഇഷ്ടമുള്ള ചെയ്യാട്ടോ. KCL ഓർ KVL.
ആക്ച്വലി KVL ചെയ്യല KCL ചെയ്യലാണ് കുറച്ചും കൂടി എളുപ്പം എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്യാം, ആൻസർ എത്തിയാൽ മതി. ഇത് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയാത്ത സ്റ്റെപ്പ് ഉണ്ടോ? ആർക്കെങ്കിലും ചെയ്യാൻ കഴിയാത്ത ഇനിഷ്യലി ഞാൻ ചെയ്തു തരണോ ആർക്കെങ്കിലും? സമീഹ സമീഹ മൈക്കൊന്നാണെങ്കിൽ ഇതിപ്പോ എന്താ ചെയ്യാൻ പോകുന്നത്? നോഡ് അനാലിസിസോ ലൂപ്പ് അനാലിസിസോ? നോഡ് അനാലിസിസ്. നോഡ് അനാലിസിസ് നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇനിഷ്യലി റഫറൻസ് എടുത്ത് ഒരു മിനിറ്റ്. വി റഫറൻസ് എവിടെ എടുക്കാം? ഇവിടെ അല്ലേ? വി റഫറൻസ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? പ്രിൻസിപ്പൽ നോട്ട്സ്. കേട്ടില്ല. പ്രിൻസിപ്പൽ നോട്ട്സ് വിഎയും വിപിയും. ഏതാ പ്രിൻസിപ്പൽ നോഡ്? ഇതല്ല, ഇതൊരു പ്രിൻസിപ്പൽ നോഡാണ്. വേറെ പ്രിൻസിപ്പൽ നോഡ് ഉണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ പ്രിൻസിപ്പൽ നോഡ്. ഓക്കെ, ബാക്കി പറഞ്ഞോ. ഇനി എന്ത് ചെയ്യണം? പ്രിൻസിപ്പൽ നോഡിലേക്ക് വരുന്ന കറണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുന്ന കറണ്ടോ പോസിറ്റീവ് എന്ന് എടുക്കണം. നമ്മൾ ഏതാ എടുക്കുന്നത് പോസിറ്റീവ്? അതിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട്. അങ്ങനെ എടുക്കാൻ കാരണം പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ട് V1 മൈനസ് സംതിങ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. എല്ലാം അങ്ങനെ എടുത്താൽ മതി. V1 മൈനസ് സംതിങ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്, V1 മൈനസ് സംതിങ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സംതിങ് മൈനസ് V1 ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് എഴുതേണ്ടി വരും. അത് അങ്ങനെ എഴുതുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെയ്തു വരുമ്പോൾ ഉള്ളൊരു പ്രശ്നമേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ എടുക്കലാണ് കൂടുതൽ സേഫ്. പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് പോകുന്ന കറണ്ട് എല്ലാം പോസിറ്റീവ് എന്ന് എടുക്കുക. എല്ലാം പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് പോകുന്നതായിട്ടും കരുതുക. ദെൻ ഇവിടെ V1 മൈനസ് 60 ഡിവൈഡ് ബൈ 7. ആക്ച്വലി ഈ കറണ്ട് ഇവിടെ പ്രിൻസിപ്പൽ നോഡിലേക്ക് വരുന്നതായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. ബട്ട് അത് നമ്മൾ എടുക്കണ്ട. നമ്മളത് എല്ലാ കറണ്ടും പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് പോകുന്നതായിട്ട് എടുത്താൽ മതി. ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിക്കോളും. V1 മൈനസ് 60 ഡിവൈഡ് ബൈ 7. V1 മൈനസ് 60 മൈനസ് V റെഫറൻസ് ഉണ്ട്. നമ്മൾ V റെഫറൻസ് വരെ എടുക്കണം. ബട്ട് V റെഫറൻസ് 0 ആയതുകൊണ്ട് ഞാൻ എഴുതിയില്ല. V1 മൈനസ് 60 ഡിവൈഡ് ബൈ 7 പ്ലസ് V1 ഡിവൈഡ് ബൈ 12
അതുകൊണ്ട് സെമിഹ എന്ത് ആൻസർ കിട്ടി? സർ ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ ചോദിക്കുവാണ്, ഇത് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നോഡ് അനാലിസിസ് ചെയ്യാൻ വി റെഫറൻസ് കൊടുക്കുക, പ്രിൻസിപ്പൽ നോഡിൽ V1 എന്ന് പ്രിൻസിപ്പൽ നോഡിൽ വോൾട്ടേജ് അസൈൻ ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യും? നോഡ് ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ കറണ്ടും V1 നിന്ന് പോകുന്നതായിട്ട് കാണിക്കുക. അങ്ങനെയാണ് എല്ലാത്തിനും നമ്മൾ V1 - 60/7, V1 - V reference by 12, V1 - V reference by 6, V1 - V reference by 12 അങ്ങനെ വന്നത്, which is equal to 0. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്കല്ലേ പോവുക? I ഈക്വൽ ടു V ഹയർ മൈനസ് V ലോവർ ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ? ഓക്കെ, ആൻസർ കിട്ടിയെങ്കിൽ ആർക്കെങ്കിലും പറയാട്ടോ. അപ്പം നമ്മളുടെ പ്രിൻസിപ്പൽ നോഡിലെ വോൾട്ടേജ് കിട്ടി. ഇനി എന്ത് ചെയ്യും? മുഹസിന മൻസൂർ അലി. മുഹസിന, ഓക്കെ. നവനീത്, ഇനി എന്ത് ചെയ്യുമെന്ന് പറയുമോ? പ്രിൻസിപ്പൽ നോഡിലെ വോൾട്ടേജ് കിട്ടിയ നവനീത്. സാറ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? VM - VL/R. അല്ല, നമുക്ക് ഈ കറണ്ട കണ്ടുപിടിക്കണ്ടേ. ഈ കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാ? ഇതിന്റെ അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ്. I ഈക്വൽ ടു ഹയർ പൊട്ടൻഷ്യൽ 60 മൈനസ് 18 ഡിവൈഡ് ബൈ 7. ഇങ്ങനെയാണോ ഉദ്ദേശിച്ചത്? അതോ ഓക്കെ, ഓഫ് ആക്കിയോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, അടുത്ത ചോദ്യം. Find I1. Find I1.
ഐ എന്നിട്ടാൽ മതി. ഫൈൻഡ് ഐ. ഇതാണ് ഐ. ഓപ്ഷൻസ് വരാം. ഓപ്ഷൻ എ 1.25 ആംപിയർ, ഓപ്ഷൻ ബി 0.25 ആംപിയർ, ഓപ്ഷൻ സി 1.5 ആംപിയർ, ഓപ്ഷൻ ഡി 2 ആംപിയർ. ആൻസർ കിട്ടിയൊരു കമന്റ് ചെയ്യട്ടോ. റബീഹ, ആൻസർ കിട്ടിയോ? ചെയ്യാം. എന്തെത്ര താമസം ഇത് ചെയ്യാൻ? സിത്താര, കുറച്ചും കൂടി ചെയ്യാം. ആൻസർ കിട്ടിയവര് കമന്റ് ചെയ്യണേ.
മുലാഫർ അബ്ദുള്ള. കിട്ടിയോ ആൻസർ? ഓപ്ഷൻ ബി ആണ് 0.25. ആർക്കെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യം I3 അല്ല. അല്ലല്ല, ഓപ്ഷൻ ബി അല്ലല്ലോ. ഞാൻ ഈ കറണ്ടല്ലേ ചോദിച്ചത്. ഓപ്ഷൻ ബി അല്ല. ഒരു മിനിറ്റ് ചെക്ക് ചെയ്യട്ടെ. ഇത് പ്രിൻസിപ്പൽ നോഡ് VA minus 5 divided by 2 plus VA divided by 8. ഈ ശരിക്കും ഇവിടുത്തെ ഇതെന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള എടുക്കണം കേട്ടോ. VA മൈനസ് V റെഫറൻസ് ഡിവൈഡ് ബൈ 8. ഇതിന്റെ കൂടെ ഇവിടെ 2 വോൾട്ട് റെസിസ്റ്റർ വന്ന 8 പ്ലസ് ദാറ്റ് റെസിസ്റ്റർ കൂടി ആഡ് ചെയ്യണേ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞോട്ടെ. ഒരു എക്സാമ്പിള്, ഇവിടെ ഒരു റെസിസ്റ്റർ കൂടി ഉണ്ടെന്ന് വിചാരിക്കുക, 1 ഓം. നമ്മൾ ഫസ്റ്റ് ലൂപ്പ് ചെയ്യുമ്പോൾ VA മൈനസ് 5 മൈനസ് V റെഫറൻസ് ഡിവൈഡ് ബൈ 2 പ്ലസ് 1 ആണ് കേട്ടോ. നമ്മുടെ പ്രിൻസിപ്പൽ നോഡ് മുതൽ റെഫറൻസ് വരെയുള്ള എല്ലാ റെസിസ്റ്ററും എടുക്കണം. Then VA minus V reference divided by 8 plus VA minus 3 equal to 0. For VA minus 20 plus VA plus 2VA plus 6 equal to 0. Seven VA equal to 14 കിട്ടും. VA equal to 2 volt എന്ന് കിട്ടും. Then ഈ കറണ്ട് I എന്ന് പറയുന്നത് ആക്ച്വലി കറണ്ടിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇത് മൈനസ് ഇതെടുക്കും. 2 മൈനസ് 3 divided by 4. 5 by 4 equal to 1.25. മോസിനൊക്കെ എവിടെ തെറ്റിയതെന്ന് പറയുമോ മോസിന? ലാസ്റ്റ് ഐന് ഡയറക്ഷൻ എടുത്തപ്പോ മാറിയതാ. ഇതല്ലേ? അത് മാറി. അല്ല, എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ഇത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. -3 -2 ഡിവൈഡ് ബൈ 4 തിരിച്ചെടുത്താല് അപ്പൊ -1.25 കിട്ടും. ഇവിടെ നെഗറ്റീവ് ആണല്ലോ, ഇവിടെ നെഗറ്റീവ് എടുക്കേണ്ടത്. അല്ല, ഇനി മാറി പോവോ? ഇല്ലല്ലോ. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ആർക്കും? 1.25 ആംപിയർ. ഓക്കെ, അടുത്ത ചോദ്യം. നിങ്ങൾക്കൊരു കറണ്ട് സോഴ്സ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു നോഡ് ഇതാണ്, നോഡ്
ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ ഓക്കെ, നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ. സർക്യൂട്ട് കണ്ടെയ്നിങ് കറണ്ട് സോഴ്സ്. സർക്യൂട്ട് കണ്ടെയ്നിങ് കറണ്ട് സോഴ്സ്. ഒരു എക്സാമ്പിൾ ഇതാണ്. ഒരു 3 കറണ്ട് സോഴ്സ് ഒരു ജംഗ്ഷനിൽ വന്ന് മീറ്റ് ചെയ്യുകയാണ്. ഇത് I1, ഇത് I2, I3. ഈ പ്രോബ്ലം ചെയ്യാൻ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് എക്സാമ്പിൾ സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 0 ആണ് നമ്മളുടെ KCL എന്ന് പറയുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് സാധാരണ എടുക്കാറ് നമ്മളുടെ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടിനെ പോസിറ്റീവായിട്ട് എടുക്കും. ദാറ്റ് ഈസ് I2 പ്ലസ് I3, അത് രണ്ടും പോസിറ്റീവ്, മൈനസ് I1 ഈക്വൽ ടു 0. ഇതാണ് KCL. ഓക്കെ, ഒരു കറണ്ട് സോഴ്സ് വരുമ്പോൾ KCL. മറ്റൊരു എക്സാമ്പിൾ നോക്കുക. ഇത് V റെഫറൻസ് ആണെന്ന് വിചാരിക്കുക. ഇത് R എന്ന് പറയുന്ന റെസിസ്റ്റർ, ഇവിടെയുള്ള വോൾട്ടേജ് V1. ഇവിടെ നമ്മൾ KCL എങ്ങനെ ചെയ്യും? അങ്ങനെ തന്നെ, സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 0. നമ്മൾ പറയുവാണ് നമ്മളുടെ V1 എന്ന് പറയുന്ന നോഡിൽ നിന്നാണ് കറണ്ട് പോകുന്നത് എന്ന് പറയുവാണ്. അതിനെതിരാണ് ഈ I1. therefore മൈനസ് I1 പ്ലസ് I2. ഈ ലൂപ്പിലൂടെയുള്ള കറണ്ട് നമ്മൾ എങ്ങനെ എടുക്കും? അതിന്റെ ഡയറക്ഷൻ ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മൾ പറയുവാണ് V1 നിന്നാണ് പോകുന്നത് പറയുവാണ്. ദെൻ അത് നമ്മൾ എടുക്കുക V1 മൈനസ് V റെഫറൻസ് ഡിവൈഡ് ബൈ R ഈക്വൽ ടു 0. ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? കറണ്ട് സോഴ്സ് മാത്രമല്ല, റെസിസ്റ്ററും കൂടെ വന്നിരിക്കുന്ന ഒരു നോഡ് നമ്മൾ സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 0 എന്ന് എടുത്തു. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് എല്ലാ കറണ്ടും V1 എന്ന് പറയുന്ന നോഡിൽ നിന്ന് പോകുന്നു എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ബട്ട് അവർ തന്നിരിക്കുന്ന I1 അതിന് ഓപ്പോസിറ്റ് ആണ്. therefore മൈനസ് I1 പ്ലസ് I2 പ്ലസ് V1 മൈനസ് V റെഫറൻസ് ബൈ R ഈക്വൽ ടു 0. മൂന്നാമത്തെ ലൂപ്പ്. ഓക്കെ, കറണ്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് അല്ലേ? അത് ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇതിലൂടെയുള്ള കറണ്ട് എന്ന് പറയുന്നത് V1 മൈനസ് V റെഫറൻസ് ഡിവൈഡ് ബൈ R. ഓക്കെ, ദെൻ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഒരു കറണ്ട് സോഴ്സ് തന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? First question. സിത്താര മയക്കുന്നാണെങ്കിൽ സിത്താര, ഇത് പ്രിൻസിപ്പൽ നോഡാണോ? ഇതോ? ഓക്കെ, ഇത് 4 ohm. ഇത് കറണ്ട് സോഴ്സ് ആണ്, 5 ആംപിയർ കറണ്ട് സോഴ്സ്. ഇതും കറണ്ട് സോഴ്സ് ആണ്, 10 ആംപിയർ. കറണ്ടിന്റെ ഡയറക്ഷൻ ഒക്കെ തന്നിട്ടുണ്ട്. 6 ohm, 2 ohm. Find V1, V2. ചെയ്തോ?
നോഡ് അനാലിസിസ് തന്നെ ചെയ്താൽ മതി. നോഡ് അനാലിസിസ് തന്നെ ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ V1ഉം V2ഉം കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് നമുക്ക് സോൾവ് ചെയ്യുന്ന ഓർമ്മയില്ലേ? കോഎഫിഷ്യന്റ് സെയിം ആക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റ് സെയിം ആക്കുക, വൈ കണ്ടുപിടിക്കുക, വൈയുടെ കോഎഫിഷ്യന്റ് സെയിം ആക്കുക, അത്രേ ഉള്ളൂ. അതേപോലെ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ആ ഇക്വേഷൻസിന്റെ കോഎഫിഷ്യന്റ് ഒക്കെ സെയിം ആക്കി ചെയ്താൽ മതി. റബീഹ, റബീഹ, നമ്മളുടെ V1 എന്ന് പറയുന്ന നോഡില് KCL ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? മോസിന KP, V1 എന്ന് പറയുന്ന നോഡില് നോഡ് അനാലിസിസ് ചെയ്യണം, KCL ചെയ്യണം എന്ന് പറയോ? -5 plus V1/2 plus
V1 minus V2 by 4. ഇനി എന്തെങ്കിലും ഉണ്ടോ? അത്രേ വരുള്ളൂ. ഈക്വൽ ടു 0. ഒരു കാര്യം പറഞ്ഞോട്ടെ, നമുക്ക് കഴിയാം. നമ്മള് ഇത് ചെയ്യുമ്പോൾ ഒരു പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് മറ്റൊരു പ്രിൻസിപ്പൽ നോഡിലേക്ക് എടുക്കുക, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് റെഫറൻസ് പോയിന്റ് വരെ എടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് V1 ഇവിടം മുതൽ ഇവിടം വരെ എടുക്കാൻ കഴിയില്ല, കാരണം ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് അല്ല ഇവിടെ ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, എന്നാലേ നമുക്ക് കറക്റ്റ് ആവുള്ളൂ. അപ്പം രണ്ട് പ്രിൻസിപ്പൽ നോഡുകൾക്കിടയിലാണ് നമുക്ക് നോഡ് അനാലിസിസ്, അതായത് ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പൽ നോഡിൽ നിന്ന് റെഫറൻസ് പോയിന്റ് വരെ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഇവിടം മുതൽ ഇവിടം വരെ എടുക്കരുത്, തെറ്റാണ്. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആയിരിക്കില്ല ഇവിടെ ഫ്ലോ ചെയ്യുക. ഓക്കെ, V1 minus V2 divided by 4. അപ്പൊ എല്ലാരും ചെയ്തോട്ടോ. സെക്കൻഡ് ചെയ്തോ ഓക്കെ ചെയ്തോ. ആൻസർ എന്താ കിട്ടാന്ന് പറ. V2 ചെയ്യുമ്പോൾ 5 പ്ലസ് V2 by 6 മൈനസ് 10 പ്ലസ് V2 minus V1 divided by 4 equal to 0. ഒന്നാമത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒന്നാമത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ -20 പ്ലസ് 2V1 പ്ലസ് V1 മൈനസ് V2 ഈക്വൽ ടു 0. 3V1 മൈനസ് V2 ഈക്വൽ ടു 20. രണ്ടാമത്തെ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 60 പ്ലസ് 2V2 ആദ്യം 5 മൈനസ് 5 മൈനസ് 60 പ്ലസ് 2V2 പ്ലസ് V2 മൈനസ് V1 3V2 മൈനസ് 3V1 divided by 12 equal to 0. Minus 3V1 plus 5V2 equal to 16 കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും? 4V2 equal to 18 കിട്ടും. V2 equal to 20 കിട്ടും. 20 വോൾട്ട്. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ V1 equal to 40/3 കിട്ടൂലോ. സമീഹ V1 V2 V1 equal to 40/3 വോൾട്ട്. ഇങ്ങനെ ഞാൻ എഴുതിയ റിസൾട്ട് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമോ? നവനീതിന് എന്താ കിട്ടിയേ? നവനീത് എവിടെ തെറ്റിപ്പോയത്? ഓക്കെ, മൈക്ക് ഓഫ് ആക്കി. സിത്താര എന്താ കിട്ടിയ? സിത്താര എനിക്ക് തെറ്റിയോന്ന് അറിയില്ല കേട്ടോ. അല്ല, എനിക്ക് തെറ്റിയൊന്ന്
തെറ്റിയിട്ടില്ല എന്നാണ് ഒരു പ്രതീക്ഷ. എഴുതി വെച്ചിരിക്കുന്ന ഈ ആൻസർ ആണ്, ബട്ട് എഴുതിയത് തെറ്റിപ്പോകാം. എന്റെ ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ 10 ഇത് 10 ഓം അല്ല, ഇത് 10 ആംബിയർ ആണേ. കറണ്ട് സോഴ്സ് 10 ആംബിയർ. സമീഹയ്ക്ക് എവിടെയാ തെറ്റിയെന്ന് പറയോ സമീഹ? സൈഡ് ഇട്ടിട്ട് തെറ്റ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ. ഓക്കെ ഓക്കെ. എന്റെ ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെന്ന് പറ, അല്ലെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. ഇതാണ് ആൻസർ, ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ആൻസർ ഇതാണ്. മോസിന കെ പിക്ക് എന്താ ആൻസർ കിട്ടിയേ? മോസിന സർ V1 40/3 തന്നെയാണ്. 160/12 കിട്ടും. ഓക്കെ. V2 എന്ത് കിട്ടും? V2 20 കിട്ടും. 20 കിട്ടുന്നുണ്ട്. നവനീത് എറർ കണ്ടുപിടിച്ചോ? നവനീത് എവിടെയാ തെറ്റിയെന്ന്? നവനീത് സാർ അത് കണ്ടു, അത് മേലെ ഫസ്റ്റ് സ്റ്റെപ്പിലെ എന്തായാലും മനസ്സിലായല്ലോ എന്തായാലും തെറ്റുന്നല്ലേ? മനസ്സിലായി സാർ. ഈ കറണ്ടിന്റെ ഡയറക്ഷനൊക്കെ ഓക്കെ അല്ലേ? അതിലൊന്നും പ്രശ്നമില്ലല്ലോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഇന്നും കൂടെ ഈ ബേസിക്സ് ഒന്ന് സെറ്റ് ആക്കണം. നാളെ നമ്മൾ ഡയോഡും ഓപ്പാമ്പും പറയും. ഈ സർക്യൂട്ട് വെച്ച് നമുക്ക് KCL വെച്ച് ഓപ്പാമ്പും ഡയോഡും എങ്ങനെ ചെയ്യാന്നുള്ളത് നാളെ പറയും. അപ്പൊ ഇന്നുകൊണ്ട് ഇതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ഒന്ന് മാറണം. ഓക്കെ. ചോദ്യം ഇതാണ്. പിന്നെ ഈ നോഡ് അനാലിസിസ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. പക്ഷെ നോഡ് അനാലിസിസ് ആണ് കുറച്ചും കൂടെ സെക്യൂർ. തെറ്റിപ്പോവാതെ എന്ന് തോന്നുന്നു. നമുക്ക് ലൂപ്പ് അനാലിസിസും ചെയ്ത് ആൻസറിലേക്ക് എത്താൻ കഴിയും. നിങ്ങൾക്കിപ്പോ നോഡ് അനാലിസിസ് ചെയ്ത് എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ നിങ്ങൾ ലൂപ്പ് അനാലിസിസ് ചെയ്യാം കേട്ടോ. അല്ല ഓക്കെ. KCL ഉം KVL ഉം. Find VA. Option A 4.33 volt. Option B 4.09 volt. Option C 8.67 volt. Option D 8.18 volt. ചെയ്തോ?
സിത്താര എവിടെ എത്തി? പ്രിൻസിപ്പലിനോട് ഒരു കൺഫ്യൂഷൻ ഒരു എന്താ ഇത് പ്രിൻസിപ്പളിനോടാണ്? അവിടെ മേലെ ഉള്ളതോ എന്നുള്ളൊരു ഇതെങ്ങനെയാ പ്രിൻസിപ്പളിനോടാവുന്നേ? ഇതാ അത് അത് വേണമെങ്കിൽ പ്രിൻസിപ്പളിനോട് എടുത്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ പോസിറ്റീവ് 10 വോൾട്ട് അല്ലേ, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലൂടെ കണക്ട് ചെയ്താൽ VB = 10 വോൾട്ട്. പ്രിൻസിപ്പളിനോടാണ് അല്ല അത് പ്രിൻസിപ്പളിനോടാണ്. കാരണം മൂന്ന് ഇതുണ്ടല്ലോ, 3 എലമെന്റ്സ് ഉണ്ട്. ആൻസർ ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയട്ടോ. 8.18 ഇത് 8.67 ആണ്. ഇത് 8.18 ആണ്. മുലാഫറിന് ആൻസർ കിട്ടുന്നുണ്ടോ? കമന്റ് ചെയ്താൽ മതി. അല്ല, കഴിഞ്ഞ ബാക്കി പ്രോബ്ലംസ് ഒക്കെ കിട്ടിയിരുന്നോ? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി കിട്ടും. ജസ്റ്റ് ഞാൻ പെട്ടെന്ന് ചെയ്യാം. VA - V റെഫറൻസ് /2. ഈ ലൂപ്പിൽ -4 ആംപിയർ. VA - 10 / 4 = 0. ഇത് ചെയ്താൽ പോരെ, കൂടുതലൊന്നും ചെയ്യാനില്ല. 2VA - 16 plus VA - 10 / 4 = 0. LCM 4. 3VA = 26 എന്ന് കിട്ടും. VA = 26 / 3. .24 8.6 കിട്ടും. 8.6 ചെയ്താൽ മതി. ഓപ്ഷൻ സി. ആകെ ഇതേ ചെയ്യാനുള്ളൂ. നിങ്ങൾ എന്താണ് ഇത്ര താമസം എടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ഫിഗറൊക്കെ ഒന്ന് വേഗം വരയ്ക്കട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന്റെ ഞാൻ ഡയോഡിനെ കുറിച്ച് ജസ്റ്റ് ഒന്നൊരു ഇൻട്രോഡക്ഷൻ തരാം.
സെലക്ഷൻ. അവിടെ എങ്ങനെ ചെയ്യുക എന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം അതിന്റെ നോട്ട് എഴുതാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ടൈപ്പ് പ്രോബ്ലത്തില്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു ZXY മെത്തേഡ് എന്ന് പറഞ്ഞ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ZXY മെത്തേഡ്. ZXY മെത്തേഡ് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? 3 വേരിയബിൾസ് വരുന്ന കേസിൽ നമുക്ക് ZXY മെത്തേഡ് ഉപയോഗിച്ച് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് 3x + 4y + z = 0, 8x + 9y + 7z = 0. ഇത് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് പാടായിരിക്കും, കാരണം 3 വേരിയബിൾസ് ഉണ്ട്. ഓക്കെ, ZXY മെത്തേഡ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് കിട്ടും. മാത്സിലാണ് പഠിക്കുന്നത്. ഓക്കെ, അതാണ്ട് ഇവിടെ ഫിഗർ ഇതാണ്. ഫൈൻഡ് I1 അതാണ് ചോദ്യം. ഫൈൻഡ് I1. ഓപ്ഷൻസ് തരാം. ഓപ്ഷൻ എ 3.3 ആംപിയർ, ഓപ്ഷൻ ബി 2.1 ആംപിയർ, ഓപ്ഷൻ സി 1.7 ആംപിയർ, ഓപ്ഷൻ ഡി 1.1 ആംപിയർ. മറ്റേ 7.5 വോൾട്ട് അല്ലേ? 7.5 അല്ലേ? ഒരു മിനിറ്റ് കേട്ടോ, 7.5 ആണോ 75 ആണോ നോക്കട്ടെ. 75 ആണെന്നാണ് തോന്നുന്നത്. 75 ആണോ? 75 ആണ്, 75 ആണ്. യെസ്, 75 ആണ്. കുറച്ച് ലെങ്തി ആണെന്ന് തോന്നുന്നു.
നിങ്ങൾക്ക് ചെയ്തു വരാൻ താമസം ഉണ്ടെങ്കിലും കൂടി ഒന്ന് പറയണം കേട്ടോ. ഇതിന് മുമ്പത്തെ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഓക്കെ. മൂന്ന് ഇക്വേഷൻസ് കിട്ടും. 3 പ്രിൻസിപ്പൽ നോട്ട്സ് കിട്ടും. 3 ഇക്വേഷൻസ് കിട്ടും. നിങ്ങൾ വരയ്ക്കുമ്പോൾ റെഫറൻസ് നോട് വച്ച് വരയ്ക്കണേ. പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകാതെ ഇരിക്കരുത്.
നിങ്ങളുടെ ഇത് കുറച്ച് ലെങ്തി ആണേ. ത്രീ ബി ത്രീ ആണ്.
കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കട്ടോ, അല്ലാതെ ഇത് എത്തുമെന്ന് തോന്നുന്നില്ല. ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? മൂസിനക്ക് ആൻസർ കിട്ടിയോ? സമീഹ, സമീഹയ്ക്ക് ആൻസർ കിട്ടിയോ? സമീഹ, എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയോ? ഇവിടെ ഇല്ല ആരും. സിത്താര, എന്റെ ആൻസർ 2.1 ആംപിയർ ആണ്. കാൽക്കുലേറ്റർ ഉപയോഗിക്കുക, ആൻസർ കിട്ടും. ഇത് നിങ്ങൾ ഹോംവർക്ക് ആക്കുമോ? ഇത് ഹോംവർക്ക് ആക്കുക. അത് ക്ലാസ് നിർത്തേണ്ടതുണ്ട്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ നാളെ ഡയോഡും ഓപ്പാമ്പും എങ്ങനെ ഈ സർക്യൂട്ട് അനാലിസിസ് വെച്ച് ചെയ്യാന്നുള്ളത് നമ്മൾ നാളെ കാണും. അതോടുകൂടി ഈ സർക്യൂട്ട് അനാലിസിസ് തീരും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു.